വീണ്ടും സുവിശേഷവുമായി വരുവാൻ സാധിക്കുന്നതിന് ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവന് നന്ദി പറയട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി കയറി. അപ്പോൾ അവിടെ ഈ ഒരു ചെറുപ്പക്കാരൻ വേറൊരു ടേബിളിൽ ഇരുന്ന് വേറെ ഒന്ന് രണ്ട് പേരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇയാളുടെ ഒരു സ്റ്റൈലുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാളുടെ ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇവർ ഗാഢമായ ഒരു സംഭാഷണത്തിലാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ക്ഷണിക്കാത്തൊരു അതിഥിയായി കയറി ചെല്ലണം. അതിന് നമ്മൾ ഒത്തിരി എളിമപ്പെടണം. ഇയാൾക്ക് നമ്മുടെ അഭ്യർത്ഥന റിജക്റ്റ് ചെയ്യുവാനുള്ള ശേഷിയുമുണ്ട്. നമ്മളോട് ചിലപ്പോൾ ദേഷ്യപ്പെടാം, നമ്മളൊരു ശല്യമായിട്ട് കാണും. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ? പുള്ളി യാതൊരു വൈമനസ്യവും കാണിച്ചില്ല. പുള്ളി എടുത്തോളം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചൊരു ചെറിയ കുശലം ഒക്കെ ഞങ്ങൾ കുശലം ഒക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി യൂറോപ്പിൽ, ഞാൻ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്, പുള്ളി നല്ല മലയാളത്തിൽ ഉത്തരം. യൂറോപ്പിൽ വളരെയധികം വർഷങ്ങളായി സമാധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഇദ്ദേഹം. ഇതെല്ലാം ചെയ്യുമ്പോൾ അത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. തെരുവിൽ അപരിചിതരുടെ ഇടയിലൂടെ നടന്നുകൊണ്ട് അവരിലൊരാളായി നമ്മുടെ അഹമെല്ലാം വെടിഞ്ഞ് അവരിലൊരാളായി അലിഞ്ഞു ചേർന്ന് ആ തെരുവിൻ്റെ താളത്തിനൊപ്പം പോയി തികച്ചും അപരിചിതരോടൊപ്പമായി അവരോട് കുശലം പറഞ്ഞ് അവരെ അറിഞ്ഞ് അവരുടെ പടമെടുക്കുക എന്നതിൽ ഒരു ആധ്യാത്മികമായ ഒരു അനുഭവം കുടികൊള്ളുന്നതായി എനിക്ക് തോന്നി. ഒരുപക്ഷെ ക്രിസ്തു ചെയ്തതുമായി ഒത്തിരി ബന്ധമുള്ള കാര്യങ്ങൾ. ഇപ്പം തെരുവിൻ്റെ സൈഡിലിരിക്കുന്നവരൊന്നും അത്ര വലിയ VIP ഒന്നും ആയിരിക്കില്ലല്ലോ. അവരൊക്കെ സാധാരണ മനുഷ്യരായിരിക്കും. VIP എന്നൊക്കെ പറയുമ്പോൾ അവർ 5 സ്റ്റാർ ഹോട്ടലുകളിലോ അങ്ങനെ മുന്തിയ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ഇപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരായി നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ ബഹുമാനിച്ച് സ്നേഹിച്ച് വളരെ കമ്പാഷനേറ്റായി അവരെക്കുറിച്ച് അറിഞ്ഞ് അവരോടൊന്ന് ചിരിക്കാനൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ചിത്രമൊക്കെ എടുത്ത് അവരെ കാണിച്ച് അവരെ ഒന്ന് സന്തോഷിക്കുന്നത് നമ്മൾ കാണുകയും അതോടൊപ്പം നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരു ആധ്യാത്മികത നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആകാശവും ഭൂമിയും അതിലെ സമസ്തവും സൃഷ്ടിച്ച കർത്താവിൻ്റെ സൃഷ്ടികൾ വ്യത്യസ്തങ്ങളെങ്കിലും എത്ര മനോഹരം! നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ക്രിസ്തു വചനത്തിന് ഈ തെരുവിലെ ഫോട്ടോഗ്രാഫിയുമായി ഒത്തിരി ബന്ധം. ഇന്നേ വരെ ഒരു ഫോട്ടോ എടുക്കാത്തവരുടെ ഫോട്ടോകൾ, ഇന്നേ വരെ ആരും ഗവനിക്കാതിരുന്നവരെ ഗവനിക്കൽ, അവരുടെ ചുണ്ടിലൊരു ചിരി പൊട്ടിവിടൽ, ചിരിക്കാനൊരു അവസരം കൊടുക്കൽ, അതോടൊപ്പം കർത്താവ് നൽകിയിട്ടുള്ള
എല്ലാ താലന്തുകളും ഈ ഭൂമിയിൽ വെച്ച് തന്നെ മാക്സിമം മനുഷ്യരാശിയെ സന്തോഷിപ്പിക്കുവാനായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം. ദൈവമേ നന്ദി, കർത്താവേ നന്ദി. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനെ പ്രതി നന്ദി. മനുഷ്യരെല്ലാം വ്യത്യസ്തരെങ്കിലും അന്തരംഗത്തിൽ അവരെല്ലാം ഒരുപോലെ തന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആമേൻ.